സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യോനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മെ പണിയുന്നതും ദൈവത്തിന്റെ വചനമാണ്. അല്ലേ? ദൈവവചനം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചർച്ചിൽ ഓർപ്പിച്ചതുപോലെ ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ് ദൈവസഭ എന്ന ജീവസ്ഥാപനം പണിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴാണ് കെട്ടിടം യുക്തമായി വളരുന്നത്. ഇതൊക്കെ പൗലോസിന്റെ പ്രയോഗശൈലിയാണ്. അതിനർത്ഥം തമ്മിൽ ചേരാൻ കഴിയാതെ നിൽക്കുന്ന കല്ലിന്റെ മൂർച്ച കൂടിയ ഭാഗവും ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗവും വൈരങ്ങളുള്ള ഭാഗമൊക്കെ മെയ്സൺസ് എന്ത് ചെയ്യും? ചുറ്റികൊണ്ട് അടിച്ച് ഷേപ്പ് വരുത്തിയാണ് ഇത് ചേർത്ത് വെക്കും. അത്രയും ബോധ്യമാണ് വിശ്വസിക്കും. നല്ല പണിക്കാരനായ പരിശുദ്ധാത്മാവ് ദൈവവചനം എന്ന ചുറ്റിക കൊണ്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മിലുള്ള അപാകതകൾ, കുഴപ്പങ്ങൾ, തമ്മിൽ ചേരാൻ കഴിയാതിരിക്കുന്ന ഭാഗമൊക്കെ ചുറ്റികയ്ക്ക് അടിച്ച് ഷേപ്പ് വരുത്തും. ഈ ദിവസങ്ങളിൽ ഞാനും വിശ്വസിക്കുന്നു, എന്നെയും ദൈവവചനം നന്നായി ചെത്തി ചുറ്റിക്ക് നല്ല അടിയൊക്കെ കിട്ടി ആ ഷേപ്പ് വരുത്തുന്ന ഒരു പ്രക്രിയക്കകത്താണ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യമാ പറഞ്ഞു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കുറെ കൂടെ മിനുങ്ങാനുണ്ട്, കുറച്ചുകൂടെ ഒക്കെ അടിച്ച് ഷേപ്പ് വരാനുണ്ട്, കുറെ കൂടെ നന്നാകാനുണ്ട്, കുറെ കൂടെ യഥാസ്ഥാപനപ്പെടാനുണ്ട്, കുറെ കൂടെ ജീവിതം ക്രമീകരിക്കാനുണ്ട്, കുറെ കൂടെ ദൈവത്തോട് അടുക്കാനുണ്ട് എന്നുള്ള ബോധ്യമാണ് ഞാൻ നിങ്ങൾക്ക് ദൈവവചനം പങ്കിട്ട് തരുമ്പോൾ എനിക്കുണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വചനത്താലുള്ള ശുദ്ധീകരണം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചിരുന്നു. താമ്രത്തൊട്ടിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൂരത്ത് നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലെ കാണുന്നത് ഈ താമ്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ അടയാളത്തിൽ കാണാൻ പറ്റും. എന്നതുപോലെ നാം വചനത്തിൽ നിന്ന് ഒരുപാട് അകലെ നിന്നാൽ നമ്മിലുള്ള സ്പോട്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. സ്പോട്ട് ആൻഡ് റിങ്കിൾ എവിടൊക്കെയാണ് കറയും ചുളുക്കമുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വചനത്തോട് അടുത്തടുത്ത് വരും തോറും നമ്മൾ പെർഫെക്റ്റ് ആവുകയല്ല. ശ്രദ്ധിക്കണം. വചനത്തോട് അടുത്തടുത്ത് വരും തോറും ഓഫ് കോഴ്സ് നമ്മൾ പെർഫെക്റ്റ് ആകും. അതിനേക്കാൾ ഉപരി എത്രത്തോളം വചനത്തോട് അടുക്കുന്നു അത്രത്തോളം നമ്മിലുള്ള അപാകതകൾ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ആ വചനത്തോട് അടുക്കും തോറും നമ്മിലുള്ള അപാകതകൾ തെളിയുമ്പോൾ അപ്പോഴാണ് നമ്മളുടെ ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് ആകുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മിലെ അപാകതകളൊക്കെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളും കുറവുകളും താഴ്ചകളും അപാകതകളും വന്നുപോയതൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും വചനത്താൽ പണിയപ്പെടുകയാണ്. അങ്ങനെ പണിയപ്പെടുമ്പോഴാണ് ജയകരമായ ഒരു ക്രിസ്ത്യൻ ലൈഫ്, സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ഉണ്ടാകാൻ കാരണമായി തീരുന്നത്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഈ ദൈവവചനത്തോട് ഇങ്ങനെ ചേർന്നിരിക്കുകയാണല്ലോ. ചില നാളുകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയ ദൈവവചനം ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം. നമ്മളാരും സർവജ്ഞാനിയൊന്നും അല്ലല്ലോ, എങ്കിലും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ഈ വചനത്താൽ പണിയപ്പെടുക. ഞാൻ പറയാൻ കാരണം അങ്ങനെ ആകണം നമ്മുടെ ഓരോ ക്ലാസ്. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി ഓരോ ക്ലാസ് കഴിയുമ്പോൾ കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യല്ല, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം. ക്ലിയർ ആയോ? ഇൻഫർമേഷൻ ഓഫ് കോഴ്സ് അത് നമുക്ക് അത്യാവശ്യമാണ്. ആ ഇൻഫർമേഷനേക്കാൾ കൂടുതൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ആണ്ടിന്റെ ആരംഭം മുതൽ
അവസാനം വരെയും ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, അല്ലേ? എത്ര പെട്ടെന്നാണ് 2024 എന്നുള്ള വർഷം നമ്മെ വിട്ടു പോകുന്നത്. 45 ദിവസം കൂടെ കഴിഞ്ഞാൽ 2024 വർഷം തീരുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇത്രയൊക്കെ ആയല്ലോ. ആ തുടക്കത്തിൽ നിന്നും ഈ വർഷാവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ, വർഷം വെച്ചുകൊണ്ട് അളക്കാനൊന്നും ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കട്ട. ഞാൻ ആ ഡിസ്റ്റൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വർഷം ഉപയോഗിച്ചെന്ന് മാത്രം. അന്നത്തെ നമ്മുടെ ആത്മീക നിലവാരത്തിൽ നിന്നും ഒരു വർഷം നമ്മെ വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? എത്രത്തോളം നമുക്ക് വചനപ്രകാരം പണിതെടുക്കാനും വചനപ്രകാരം മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? ഓരോ വചനം ധ്യാനിക്കുമ്പോഴും നമ്മിലെ കുറവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കണ്ടെടുക്കുക മാത്രമല്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക കൂടെ ചെയ്താൽ നാം രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീവിതം മാത്രമല്ല, ഒരു ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫും ഫലദായകമായ ഒരു ക്രിസ്ത്യൻ ലൈഫും നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഓരോ നാളും കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് എത്രത്തോളം ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വന്ന് നിർത്തിയത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ പൊതു അറിവിലേക്കായിട്ടൊക്കെ പറഞ്ഞുപോയി. ഇന്ന് ഞാൻ ആ 74-ാം സങ്കീർത്തനത്തിൽ തന്നെ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ ആ 74-ാം സങ്കീർത്തനത്തിന്റെ 12 മുതലുള്ള വാക്യത്തിന്റെ ശരിയായ അർത്ഥതലങ്ങളൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏറെക്കുറെ നിങ്ങൾക്കത് പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കും. നമ്മളിപ്പോ 2-3 തവണ വായിച്ചു, എങ്കിലും ദൈവവചനമല്ലേ, എത്ര വായിച്ചാലും മടുപ്പുണ്ടാകുക എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ആ വാക്യം വായിക്കാം. 74-ാം സങ്കീർത്തനത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ. ഓക്കെ. ദൈവം പുരാതനമേ എന്റെ രാജാവ്. യെസ്, കം ഓൺ. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു 12-ാം വാക്യം ഞാൻ ഏറെക്കുറെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോയാൽ ഒക്കത്തില്ല. ഞാനതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ഞാൻ ആ വാക്യമാണ് പറഞ്ഞു വന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ? നിന്റെ ശക്തി കൊണ്ട്, അങ്ങയുടെ ശക്തി കൊണ്ട് അങ്ങ് വിഭജിച്ചു. എന്തിനെ? സമുദ്രത്തെ. കണ്ടോ? മറക്കരുത്, ആഡമിക് വേൾഡിന് മുമ്പ്, പ്രീ ആഡമിക് വേൾഡിൽ നടന്ന എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിക്കുന്നതിനും മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ ചരിത്രം ആസാഫ് എന്ന പാട്ടുകാരൻ ഇവിടെ പാടുക. ഞാൻ ഓർപ്പിച്ചു, ഒന്നാമത് ഇതൊരു ചരിത്രമല്ല, ഇതൊരു പാട്ടാണ്, കവിതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുത്തും കോമായും ഫുൾ സ്റ്റോപ്പും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ള അല്പ പ്രയാസമാണ്. ഇതെവിടാണ് മുറിക്കേണ്ടത്, എവിടെ മുതലാണ് എടുക്കേണ്ടത് എന്നൊന്നും ഒരു കവിത വായിച്ചു വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ തന്നെയാണ് ഇവിടെ ആസാഫ് വിവരിക്കുന്നത്. അപ്പോൾ നിഗളിച്ചു പോയ, വീണുപോയ ദൂതന്മാർ നിമിത്തം ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന ദൂതന്മാരെ, വീണുപോയ ദൂതന്മാരുടെ സൈന്യം അല്ലെങ്കിൽ സൈറ്റൻസ്, ഈവിൾ സ്പിരിറ്റായി മാറിയവർ, അവരെ വഴിതെറ്റിക്കാതെ വണ്ണം അവർക്ക് വേണ്ടി എങ്ങനെ ദൈവം രക്ഷ പ്രവർത്തിച്ചു എന്നുള്ളത് ആസാഫ് പറയുകയാണ്. കണ്ടോ? ഭൂമിയുടെ മധ്യ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു കേൾപ്പിച്ചതാണ്. യേശുവോത്ത് രക്ഷ പ്രവർത്തിക്കുന്നു. കണ്ടോ? അപ്പോൾ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള
ഭൂമിയിലും ദൈവം രക്ഷ പ്രവർത്തിച്ചു. ആർക്ക് വേണ്ടി? അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. ആർക്ക് വേണ്ടിയാണ്? വീണുപോയ ദൂതന്മാർ, ദൈവസ്ഥനിൽ വിശ്വസ്തതയാൽ നിൽക്കുന്ന ദൂതന്മാരെ വീഴിക്കാതെ വണ്ണം അവർക്ക് വേണ്ടി ദൈവം രക്ഷ. ആ വാക്യത്തിന്റെ വൈഡ്നെസ് ഭയങ്കരമാണ്. ഞാനിപ്പോ 3-4 ക്ലാസ്സിലായിട്ട് ഇത് പറയുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ഇത് ഒന്നുകൂടൊന്ന് ഡയലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ പരമാവധി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ കുറെ സംശയങ്ങളൊക്കെ അനവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരമാവധി നമുക്ക് ആ സംശയം ഇല്ലാത്ത രീതിയിൽ പോകാം. നമുക്ക് നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എവിടുന്നാ ഷാജി പാസ്റ്റർക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളും പലയിടത്തും പഠിച്ചതല്ല, ഞങ്ങൾക്ക് ആർക്ക് കിട്ടാത്തത് ഈ പുള്ളി എവിടുന്നാണ് കൊണ്ടുവരുന്നത് എന്നൊന്നും ഓർത്ത് ആരും വഴക്കുണ്ടാക്കൊന്നും ചെയ്യണ്ട. ഞാൻ ഇത് എവിടെ ഇതെല്ലാം ഉള്ളതെന്നുള്ളത് അതുപോലെ നമ്മളൊന്ന് എഫേർട്ട് എടുത്ത് പോയെങ്കിലേ കിട്ടൂ. ഞാൻ അങ്ങനെ പോയില്ല, പക്ഷെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ അതൊക്കെ കൈകാര്യം ചെയ്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയത് ഞാൻ നിങ്ങൾക്കും തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാബിലോൺ തൽമൂദിനകത്താണ് ഈ സംഭവത്തിന്റെ മുഴുവൻ വിവരണവും ഉള്ളത്. തൽമൂദുകൾ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. സ്തോത്രം. ബാബിലോൺ തൽമൂദും ജെറൂസലേം തൽമൂദും മിഷ്നായും മിഡ്രാഷും, ഇത് 4ഉമാണ് വേദപുസ്തകത്തിന്റെ ഇതിന്റെ റൂട്ടുകളെല്ലാം കിടക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ബാബിലോൺ തൽമൂദിനകത്തുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രങ്ങ് വിട്ടുതരും. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ബാബിലോണിലും തൽമൂദ് തപ്പിയൊന്നും പോയി വിഷമിക്കുകയും ചെയ്യണ്ട. നമുക്ക് ഏതാ ഇതിനകത്തുള്ളത് ഇപ്പം മനസ്സിലാക്കാം, പിന്നെ തൽമൂദിന്റെ പുറകെ പോവാം. അപ്പോൾ നോക്കൂ, അങ്ങയുടെ ശക്തി കൊണ്ട് വിഭജിച്ചു. എന്തിനെ? സമുദ്രത്തെ. നിങ്ങൾ എന്റെ കൂടെ വരണേ. ആദമിനെ സൃഷ്ടിക്കുന്നതിനും മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സമുദ്രത്തെ വിഭജിച്ചു, തകർത്തു, രക്ഷ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് പ്രവർത്തിച്ച അതേ ദൈവം ആദമ്യ സൃഷ്ടിക്ക് ശേഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വന്ന തലമുറയ്ക്ക് വേണ്ടിയും എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ആസാഫ് ഈ 2 വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്? രണ്ടും കൂടെ ചേർന്ന് വന്നത് കൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ സംഗതി പാളിപ്പോയത്. അവർക്ക് വേണ്ടി ദൈവം അങ്ങനെ രക്ഷ പ്രവർത്തിച്ച ആ ദൈവം ഇന്നും രക്ഷ പ്രവർത്തിപ്പാൻ ശക്തൻ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കണ്ടോ? എന്നിട്ട് പറയാണെന്തോ, അങ്ങ് തകർത്ത് കളഞ്ഞു. എന്തിന്? എന്ന് പറഞ്ഞ തലയെ. കണ്ടോ? അവൻ തകർത്ത് കളഞ്ഞു. എന്തിനെ? തലയെ. ആരുടെ തലയെ? കണ്ടോ? നമ്മൾ വായിച്ചു, തിമിംഗലത്തിന്റെ തലകളെ ഉടച്ചു കളഞ്ഞു. അവിടെ നമ്മൾ വായിക്കുകയാണ്, അവൻ തകർത്ത് കളഞ്ഞു. എന്തിനെ? തലയെ. എന്തിന്റെ തലയെ? തിമിംഗലം എന്നല്ല, അതാണ് ആ വാക്യം. ഇപ്പൊ ഞാൻ ആ വാക്യം കംപ്ലീറ്റ് മൂലഭാഷയെ പറഞ്ഞേ. എങ്ങനെയാണ്? ന്റെ തലയെ ഉടച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. അപ്പൊ ഈ ടെനിന്നിം എന്നുള്ള ഇപ്പോഴത്തെ പ്രശ്നം.
നിങ്ങൾക്ക് ആയാലും പിടി കിട്ടിയത് തിമിംഗലം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടി. കാരണം ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞു വെച്ചോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന തിമിംഗലം. ഞാൻ ചോദിക്കട്ടെ, ഈ സമുദ്രം കിടക്കുന്ന പാവം തിമിംഗലം എന്ത് പാവം ചെയ്തിട്ടാ അതിന്റെ തല തകർക്കേണ്ടത്? അതിനെ കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് വിരോധമായിട്ടോ ദൈവത്തിന് വിരോധമായിട്ടോ വല്ലതും ചെയ്തോ അത്? ഇല്ലല്ലോ. പിന്നെന്തിനാ പാവം അതിന്റെ തലയെ തലയോ തറച്ചേച്ച് സ്ഥലങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കേണ്ടത്? നമ്മുടെ പരിഭാഷയെ വന്നപ്പോൾ തലകൾ ഉടച്ചു കളഞ്ഞു. പിന്നെ അടുത്ത വാക്ക്, ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികൾ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു, അതിനെ ആഹാരമായി കൊടുത്തു എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ലിവ്യാതാനായിരിക്കാം തിമിംഗലം, അല്ലെ തിമിംഗലത്തിന്റെ പേരായിരിക്കാം ലിവ്യാതാൻ, അല്ലെ തിമിംഗലത്തിന്റെ തല തകർത്ത് അതിനെ ചിറകൊക്കെ പിടിപ്പിച്ച് കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. അങ്ങനൊന്നും അല്ലെന്നേ. കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് അവൻ ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് കാടപ്പക്ഷിയെ മുഴുവൻ കൊണ്ടുവന്നു ജനത്തിന് കൊടുത്തു, അല്ലാതെ ഇതിന്റെ തലയെ തകർത്തിട്ടൊന്നുമല്ല. ഈ തിമിംഗലത്തിന്റെ തലയെ തകർത്തു. അവിടാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ച് അപ്പം നിങ്ങൾക്ക് പിന്നെ സംശയം. അപ്പം ഷാജിപ്പാസ് പറഞ്ഞ എല്ലാം ഞങ്ങൾ അംഗീകരിച്ചു, അങ്ങനെയാണെങ്കിൽ ടനിനിമും കൂടെ എന്താന്ന് പറഞ്ഞെന്നാൽ ഉപകാരമായിരുന്നല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ടനിനിം. ഈ വേദപുസ്തകത്തിന്റെ ഭാഷയും ഭാഷാ ശൈലിയും ഒക്കെ നമ്മൾ അറിഞ്ഞെങ്കിലേ കാര്യം പിടികിട്ടു. അതറിയാൻ വേണ്ടിയാണല്ലോ അല്ലേ നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഈ വേദപുസ്തകത്തിൽ ഒരു ശൈലി ഉണ്ടല്ലോ, മഹാസർപ്പം. ആരെ കുറിച്ചാ പറയുന്നത്? മഹാസർപ്പരാണ്. സാത്താന്റെ മറ്റൊരു പേരല്ലേ നമ്മുടെ പഴയ പാമ്പ്. കണ്ടോ, പഴയ പാമ്പ്, മഹാസർപ്പം എന്നൊക്കെയാണ്. ആരെയാണ് വിളിക്കുന്നത്? സാത്താനെ വിളിക്കുന്ന മറ്റൊരു പേരാണല്ലേ. നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ ഓർപ്പിച്ചല്ലോ, പ്രീ ആഡമിക് വേൾഡ്, ആദമിനെ സൃഷ്ടിക്കുന്നതിന് ലക്ഷക്കണക്കിന് മുമ്പ് നടന്നൊരു സംഭവം പറയുമ്പോൾ വീണുപോയ ദൂതന്മാർ ഭൂമിയിൽ പതിച്ച് ഈ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഈ ജലാശയത്തിൽ, ഈ മഹാസമുദ്രത്തിൽ ഈ സൈറ്റനിക് ഫോഴ്സ് കൊണ്ട്, സാത്താന്യ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഭീമാകാരമായ ജീവികൾ ഉണ്ടായിരുന്നു. ഭീമാകാരമായ ജീവികൾ. അവയ്ക്കാണ് ഈ ടനിനിം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ടനിനിം എന്ന് പറഞ്ഞാൽ സാത്താന്യ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജലാശയത്തിലെ ഭീമാകാരമായ ജീവികളെ കർത്താവ് എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ഫോർ വാട്ട്? നിൽക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൂതന്മാർ വീണ്ടും വീണു പോകാതിരിക്കുവാൻ, അവർക്ക് വേണ്ടി രക്ഷ പ്രവർത്തിപ്പാൻ, അവരെ തകർക്കാൻ നോക്കുന്ന ഈ സൈറ്റനിക് ഫോഴ്സ്, ഈവിൾ സ്പിരിറ്റ് എവിടെല്ലാം വർക്ക് ചെയ്യുന്നോ അവിടെയെല്ലാം തനിക്ക് വേണ്ടി നിൽക്കുന്ന ദൂതന്മാരെ രക്ഷിപ്പാൻ ഈ മഹാസമുദ്രത്തിലും പ്രവർത്തിക്കുന്ന ഭീമാകാര ജീവിയായ സാത്താന്യ ശക്തി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഈ ഭീമാകാര ജീവിയെയും തമ്പുരാൻ ഉടച്ചു കളഞ്ഞെന്ന്. ഇപ്പൊ പിടികിട്ടിയോ എന്താ വാക്യത്തിന്റെ അർത്ഥം? കേട്ടോ? എന്നിട്ട് ആസാഫ് പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത വാക്ക് പറയാണ്, ലിവ്യാതാന്റെ തലകളെ തകർത്തു, മരുവാസികൾ ആ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. ഇവിടെ വന്നപ്പോൾ നമ്മൾ കുഴഞ്ഞുപോയി. ഈ ലിവ്യാഥാൻ എന്ന് പറഞ്ഞാൽ ഈ ഭീമാകാരമായ ജീവികളുടെ തലവനായ ഒന്നിന്റെ പേരാണ്. ഇതെന്ന അൽ-ഹമയീം, വെള്ളത്തിൽ കിടന്ന ടനിനിം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്ത് ചെയ്തെന്ന കണ്ടോ, പൊടിച്ചു കളഞ്ഞു. അറ്റഹ് എന്ന് പറഞ്ഞാൽ അങ്ങന്ന, റസറ്റ പൊടിച്ചു കളഞ്ഞു. എന്തിന്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റസൈ തലയെ. ആരുടെ?
ലിവ്യാഥാൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലുണ്ടായിരുന്ന ഭീമാകാര ജീവികളുടെ ഒരു ക്യാപ്റ്റനെ പോലെ നടന്ന ഒരുത്തനുണ്ട്. അവന്റെ തലയെ തമ്പുരാൻ പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി നിൽക്കുന്ന, വീഴാതെ നിൽക്കുന്ന ദൂതന്മാരെ ഇനി ഒരു കാരണവശാലും ഈ ശക്തികൾ ട്രാപ്പ് ചെയ്ത് വീഴിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി രക്ഷ പ്രവർത്തിച്ചപ്പോൾ വീഴിക്കാൻ സാധ്യതയുള്ള ഇതിനെ കൂടെ എന്ത് ചെയ്തു? തമ്പുരാൻ തകർത്ത് കളഞ്ഞു. നോക്കണം, അപ്പോൾ ആദമിനെ സൃഷ്ടിക്കുന്നതിന് ലക്ഷക്കണക്കിന് മുമ്പ് നടന്ന കാര്യം ആസാഫ് പറയുക. എന്നിട്ട് കണക്ട് ചെയ്ത് പറയാണ്, മരുഭൂമിയിലെ ജനത്തിന് ആഹാരം കൊടുത്തന്നേ ഉള്ളൂ, അതിനെ ആഹാരമായി കൊടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ദൂതന്മാർ ഒരിക്കലും നശിച്ചു പോകാതെ വീണു പോകാതിരിക്കാൻ ഈ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് അവർക്ക് വേണ്ടി രക്ഷ ചെയ്ത ദൈവം ആദമിനെ സൃഷ്ടിച്ച് വർഷങ്ങൾ പലത് കഴിഞ്ഞ് ആദാമിന്റെ വരും തലമുറ മരുഭൂമിയിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ അവരും നശിച്ചു പോകാതെ അവരെ രക്ഷിക്കാൻ ദൈവം അവർക്കും ആഹാരം കൊടുത്തു. നോക്കിക്കേ ആസഫ് എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നതെന്ന്. You got it what I'm saying? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ആദ്യം പറഞ്ഞത്, ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഇന്നു മാത്രം പ്രവർത്തിക്കുന്നവനല്ല. ആദമിനെ സൃഷ്ടിക്കുന്നതിനും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ദൂതന്മാർക്ക് വേണ്ടി രക്ഷ പ്രവർത്തിപ്പാൻ അവർക്ക് വിരുദ്ധമായി നിന്ന ശക്തികളുടെ ലീഡറിനെ തകർത്ത് കളയാൻ ദൈവം മനസ്സ് വെച്ചെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ഒരു ദൈവത്തിനെ വീഴിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ എത്ര ഭീമാകാരമായിരുന്നാലും അവനെ മാത്രമല്ല അവന്റെ ക്യാപ്റ്റനെ തകർത്ത് കളയാൻ പുരാതനമേ രാജാവായ എന്റെ ദൈവത്തിന് കഴിയുമെന്നാണ് ആസാഫ് പാടുന്നത്. സ്തോത്രം. എന്റെ പ്രിയരെ, ഇതിന്റെ ഒക്കെ ഡെപ്ത് എത്ര ഭയങ്കരമാണ്, മനസ്സിലായോ? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാർക്ക് വേണ്ടി രക്ഷ പ്രവർത്തിച്ച ദൈവം, അതേ ദൈവം തന്നെ വീണ്ടും രക്ഷ പ്രവർത്തിച്ചത് അവരെ തകർത്ത് കളഞ്ഞാണെങ്കിൽ ഇവിടാണ്ട് ആഹാരം കൊടുത്ത് രക്ഷിച്ചെന്ന്. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് പറയാം, എന്ത് ചെയ്യുന്നറിയാം? മരുവാസികളായി തന്റെ ജനത്തിന് ആഹാരമായി കൊടുത്തു. എങ്ങനെ? നമ്മൾ ഇവിടെ വായിച്ചപ്പോൾ അതിനെ ആഹാരമായി കൊടുത്തു എന്നാണ് നമ്മൾ കണ്ടതല്ലേ? പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വരേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് ആഹാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തിരുന്ന പദം ടിറ്റനു, ഇവർക്ക് കൊടുത്തു. ടിറ്റനു, ഇവർക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? മഖാൽ, ആഹാരം. കണ്ടോ? അതിനെ ആഹാരമായി കൊടുത്തു വന്നെങ്കിൽ എന്ന് പറയണമായിരുന്നു. ഇതിന്റെ ഹീബ്രു ഭാഷ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഭയങ്കരമാണേ. അതിനെ ആഹാരമായി കൊടുത്തെന്നല്ല, എന്നായിരുന്നെങ്കിൽ അതിനെ ആഹാരമായി കൊടുത്തു എന്ന് വന്നേനെ. അങ്ങനല്ല. മഖൽ, ആഹാരം. ടിറ്റനു, ഇവർക്ക് കൊടുത്തു. ആർക്ക്? ലഹം ലസീം, ലഹം ലസീം, മരുവാസികൾക്ക് ആഹാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, ഇവർക്ക് വേണ്ടി ദൂതന്മാർക്ക് വേണ്ടി രക്ഷ ചെയ്ത ചരിത്രം വലിയ വിഷയത്തെ 2 വാക്യത്തിനകത്ത് ഒതുക്കി ആസാഫ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി രക്ഷ പ്രവർത്തിക്കുക മാത്രമല്ല, 1430 വർഷം മിസ്രൈമിൽ അടിമകളായി പാർത്ത തന്റെ ജനത്തെ ആബീബ് മാസം 10-ാം തീയതി വേർതിരിച്ച ആടിനെ 14-ാം തീയതി സന്ധ്യയെങ്കിൽ അറുത്ത് മിസ്രൈമിനോട് എന്നേക്കുമായി ടാറ്റ പറഞ്ഞ് ദൈവശബ്ദം കേട്ട് ഇറങ്ങി വന്ന്, കണ്ടോ, പെസഹയും ചോരത്തളിയും ആചരിച്ച് ചെങ്കടൽ കടന്ന് അക്കരെ കയറി മേഘത്തിന്റെ കീഴിൽ പോകുന്ന തന്റെ ജനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാർക്ക് വേണ്ടി ഇങ്ങനെ രക്ഷ പ്രവർത്തിച്ച ദൈവം ആട്ടുകൊറ്റന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനത്തിന്റെ കാര്യത്തിൽ പിന്നെ ഇടപെടാതിരിക്കുമോ? അവരെ രക്ഷിച്ചു. എങ്ങനെ?
മരുഭൂമിയിൽ ദൈവം അവർക്ക് ആഹാരം കൊടുത്തു, വിളിച്ചിറക്കിയിട്ട്. മരുഭൂമി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, വിതയ്ക്കാൻ നിലമില്ല, കൊയ്യാൻ സൗകര്യമില്ല, ചക്കില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്ത ജനത്തിന് അതൊന്നും ഇല്ലാത്ത സാഹചര്യം എന്താണെന്നറിഞ്ഞ സാഹചര്യത്തിന് ഒത്തവണ്ണം സ്വർഗത്തിലെ ആഹാരം ഇട്ടുകൊടുത്ത് അവരെ രക്ഷിച്ച് വാഗ്ദത്ത ദേശത്തെത്തിച്ചതുപോലെ ഒരു ദൈവ പൈതൽ അറിയണം, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാർക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പ്രവൃത്തി അങ്ങനെ ചെയ്തെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവപൈതലിന്റെ കാര്യത്തിൽ രക്ഷപ്രവർത്തിക്ക് അവൻ അടങ്ങിയിരിക്കുമോ എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നിർഭാഗ്യവശാൽ നമ്മൾ അതിന്റെ തിമിംഗലത്തിന്റെ ലിവ്യാഥാന്റെ കാര്യമേ അറിഞ്ഞുള്ളൂ. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ കടലിൽ കൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തോടെ ഇങ്ങനെ ഓടി നടന്ന തിമിംഗലത്തിന്റെ തല ഒരു ദിവസം ഠിങ്ങെന്ന് പൊട്ടി, അതിങ്ങനെ പീസ് പീസായിട്ട് തെറിച്ചു. പെട്ടെന്ന് അതിനെ ചിറകെല്ലാം വെച്ചു, കാടപ്പക്ഷിയായിട്ട് വന്നു, പാളയം മുഴുവൻ നിറഞ്ഞു, അല്ലേ? ഓക്കെ, ഇതിപ്പോ എല്ലാവരും വഴക്കം കൊണ്ട് വരരുതേ. വഴക്കുണ്ടാക്കണം നിർബന്ധമുള്ളവർ ദയവായി എന്നെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഈ ബാബിലോൺ തൽമൂദിന്റെ പുറകെ പോയി അത് വല്ല വിധേനും ഒന്ന് കൈവശമാക്കാൻ ശ്രമിച്ച് അത് വായിച്ച് നോക്കണം, ഇതിനകത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്നത് ഉറപ്പാക്കിയിട്ട് എന്നോട് വഴക്കിന് വരാവൂ എന്നുള്ള കാര്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അല്ലെ പറഞ്ഞു പോയാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുഴയും. സ്തോത്രം. അതുകൊണ്ട് റൂട്ട് തേടിപ്പോണ്ടവർക്ക് ഇല്ലാതെ വരുന്നില്ല. ഏതായാലും കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു തന്നു. ബാബിലോൺ തൽമൂദിനകത്ത് ഇക്കാര്യം വളരെ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ ഉറപ്പിന് വേണ്ടി ഞാൻ ഈ ഭാഗം ഇപ്പൊ 2-3 ക്ലാസ് ആയിട്ട് പറയുന്നുണ്ടല്ലേ. അതിന്റെ കാര്യം എന്തറിയാമോ? എന്റെ ഉള്ളിലെ സന്തോഷം അത്ര വലുതായതുകൊണ്ടാണ്. ഇത് എന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. ആദമിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാർക്ക് വേണ്ടി അവർക്ക് രക്ഷ ചെയ്യാൻ അവർക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഭീമാകാര ശക്തികളുടെ ഹെഡിനെ, അവന്റെ തലയെ തകർത്ത് സമുദ്രത്തെ വിഭജിച്ച് ജയം കൊടുത്ത അതേ ദൈവം ആദമിനെ സൃഷ്ടിക്ക് ശേഷം അവന്റെ തലമുറയിൽപ്പെട്ട പിന്നിട്ട തലമുറയുടെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷനെ പ്രവൃത്തി ചെയ്തെങ്കിൽ ആസാഫ് പറയുക, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചവന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. തനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി, തന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി, തന്റെ ശബ്ദം കേട്ടനുസരിച്ച് ജീവിതത്തിലെ കുറവുകളുമെല്ലാം ഏറ്റു പറയുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി, തന്റെ വാതുക്കൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി നാളുകളായി ഒരേ വിഷയത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ക്ഷീണിച്ചും തളർന്നിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി രക്ഷ പ്രവർത്തിപ്പാൻ സങ്കീർത്തനക്കാരൻ പറയുക, ദൈവം പുരാതനമേ എന്റെ രാജാവാണ്. ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ആദമ സൃഷ്ടിക്കുമോ ശേഷമോ അല്ല, ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവൻ അന്നും പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു, നാളെയും പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരുത്തൻ എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി നിലകൊള്ളുന്ന, വീണു പോകാതെ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ദൂതന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വിരുദ്ധമായി നിന്ന ദുഷ്ടശക്തിയെ മാത്രമല്ല ആ വ്യാപാര ശക്തിയുടെ ഹെഡിനെ പോലും തകർത്ത് രക്ഷ ഉറപ്പാക്കിയ ദൈവം ഒരു ദൈവ പൈതലിന് വിരുദ്ധമായി നിൽക്കുന്ന ദുഷ്ടശക്തിയെ മാത്രമല്ല അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുന്നവനാരായിരുന്നാലും അവനെ കൂടെ തകർത്ത് രക്ഷ ചെയ്യാൻ ദൈവം വല്ലഭത്വമുള്ളവനാണെന്ന് ഈ വാക്യങ്ങളിലൂടെ ആസാഫ് തെളിയിച്ചു പറയുക. സ്തോത്രം. ഇത്ര നല്ലവനാ പ്രിയനെ ഇധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. അല്ലേ, ഇത്ര നല്ലവനാ പ്രിയനേ ഇധരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ.
എനിക്ക് ആ പാട്ട് മുഴുവൻ പാടാൻ തോന്നി. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഏത് ദൈവം? പുരാതനമേ രാജാവായിരിക്കുന്ന ഈ ദൈവം എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നെ താങ്ങി എന്നും നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും നമ്മെ എന്നും നിത്യതയോളം. സ്തോത്രം. ഈ ദൈവത്തെ പിൻപറ്റാൻ കിട്ടിയ ഭാഗ്യം ചെറുതാണോ പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത് കേട്ട് അടുത്ത ഞായറാഴ്ചയോ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രിയമുള്ളവർ, ഇത് തിമിംഗലമൊന്നും അല്ല. ദിവ്യാജ എന്ന് പറഞ്ഞ വേറെയാണ്. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ സഭയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും ചെയ്യരുത്. തിമിംഗലമായിട്ട് പൊക്കോട്ടെ, ദിവ്യാദാനായിട്ട് പൊക്കോട്ടെ. നിങ്ങൾ കാര്യം കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെന്ന് സെൻട്രൽ ഭാഷയെ തിരുത്താനോ ഒന്നും ഇപ്പൊ പോകണ്ട. കാരണം പ്രസംഗമായിട്ട് പൊക്കോട്ടെ. പ്രസംഗം വേറെ, പൊരുൾ തിരിക്കുന്നത് വേറെ. ദയവായി രണ്ടും കൂടെ കൂട്ടിക്കലർത്തരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലാസ്സിനകത്ത് ഇങ്ങനെ പൊരുൾ തിരിക്കണം. അത് ചെയ്യേണ്ട കാര്യം തന്നെ. നിങ്ങളൊക്കെ പറഞ്ഞെല്ലാം തെറ്റാണ് കേട്ടോ, അങ്ങനല്ല ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് ഇങ്ങനെ സാറ് പറഞ്ഞ് സഭയ്ക്കകത്ത് ബഹളം ഉണ്ടാക്കും ചെയ്യരുത്. ഇനി തിമിംഗലത്തിന്റെ തല തകർന്നാലും വേണ്ടില്ല, ദിവ്യാദാന്റെ തല തകർന്നാലും വേണ്ടില്ല, ജനം കാടപ്പക്ഷിയെ പിടിച്ചാൽ മതി. അതാണ് എന്റെ സന്തോഷം. ഞാൻ പിന്നെ ഇതിന്റെ കാര്യം എൻ്റെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞായറാഴ്ച കമ്മിറ്റി കൂടുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞങ്ങളുടെ പാസ് ദുരുപദേശ പറയുന്നത്, വചനവിരുദ്ധം പറയുന്നു, നമുക്കിപ്പൊ തന്നെ പാസ്റ്ററെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബഹളം ഉണ്ടാക്കും ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അല്ലേ? ഈ സ്ഥലമാറ്റം തന്നെ ഒരു ശരിയായ രീതിയല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പൗലൂസ് ചെയ്തപോലെ വേണം. റോമാലയം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പൗലൂസ് പറയാ, ഇനി എനിക്കിവിടെ ഇടമില്ലായകയാൽ ഞാൻ സ്പാനിയയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റർമാരുണ്ടെ വഴക്കുണ്ടാക്കല്ലേ. സങ്കീർത്തനം 150 തീർന്നു, ഇനി കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് സ്ഥലമാറ്റം വേണമെന്നല്ല പറഞ്ഞു. 3 വർഷം കൊണ്ട് 150 സങ്കീർത്തനം തീരും. പിന്നെ അടുത്ത 4ാമത്തെ വർഷം ഏതാ വായിക്കുന്നല്ലേ? അതുകൊണ്ടല്ല. പൗലൂസ് പറയാ, ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇനി എനിക്കിവിടെ ഇടമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ക്ലാസ്സിനകത്ത് ഇതും കൂടി ഇരിക്കട്ടെ, ഒരു സ്ഥലമാറ്റം കൂടെ. ദിവ്യാദാന്റെ തല ഏതായാലും തകർന്നല്ലോ, ഇല്ലേ? മനസ്സിലായോ? പൗലൂസ് പറയാ, ഞാൻ ഇവിടെ സുവിശേഷം പറയാത്ത, ഞാൻ കയറി പ്രാർത്ഥിക്കാത്ത, ദൈവജനം പറയാത്ത, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാത്ത ഒറ്റ വ്യക്തിയില്ല, ഒറ്റ വീടുമില്ല. അതുകൊണ്ട് ഞാൻ സ്പാനിയയിലേക്ക് പോകുന്നു. ആ വാക്യൊക്കെ വായിച്ചാൽ 9 വെള്ളിയാഴ്ച കഴിഞ്ഞാലും ബോധം വരുമോ നമുക്ക്? അതൊക്കെ എന്തൊന്ന് വാക്യം. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ആ വാക്യൊക്കെ വായിച്ച് ഞാൻ തല കറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തോ വാക്യം എന്റെ പ്രിയര്. നിങ്ങൾ വിചാരിക്കുക അത് വായിച്ച് നമുക്ക് എന്നാ തല കറങ്ങാനാണ്? നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് തന്റെ ആളുണ്ടോ പറയാൻ? ഞാൻ സുവിശേഷം പറയാത്ത ഒരൊറ്റ വ്യക്തി ഈ ചുറ്റുപാടിലില്ല. ഞാൻ കാര്യം പ്രാർത്ഥിക്കാത്ത, ദൈവജനം പറയാത്ത ഒരൊറ്റ വീടും എന്റെ ചുറ്റുമില്ല എന്ന് പറയാൻ ആർക്ക് തന്റെ ആളുണ്ട്? ഞാൻ എന്നെ കൂടെ ചേർത്താ പറഞ്ഞു. കാവാലം പറയുമ്പോൾ എന്നെ കൂടെ പ്രതിയാക്കി. തന്റെ ആളുണ്ടോ പറയാൻ? നമ്മളെല്ലാം കാകൾ ഊതാനും പോകാനും ഇരിക്കുക. കാകൾ ഊതുവാണ് നിർബന്ധമായിട്ടും പോകണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് ചില ഡ്യൂട്ടി ഇല്ലേ? അതിന് ഒരു ഡ്യൂട്ടിയാണ് പറയണം, ഇനി എനിക്ക് ഇവിടെ ഇടമില്ലെന്ന്. നിങ്ങൾ അങ്ങനെ വാക്ക് വായിച്ചിട്ടില്ല? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞു തോന്നുന്നു. എടുത്ത റോമാലേഖനം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. എനിക്കറിയാം, കുവൈറ്റിനത് വായിക്കുന്ന എനിക്കറിയാം. റെഫറൻസ് പറഞ്ഞു വായിച്ചേ. 15:22. കണ്ടോ? 15:22 കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും. മതി. നമുക്കിനി സ്പാനിയയിലെ കാര്യമൊന്നും വേണ്ട. പൗലോസ് പറഞ്ഞ ഒരൊറ്റ സംഭവം ഇത്, ഇനി എനിക്കിവിടെ ഇടമില്ലെന്ന്.
നമ്മുടെ എല്ലാം നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വാക്യം അത്. നമുക്ക് പിന്നെ ഒരു വാക്യം വിരൽ ചൂണ്ടാറില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇതൊരു വിഷയമല്ല. അങ്ങനെയാണ് ഏതെല്ലാം വാക്യം നമ്മുടെ നേരെ വിരൽ ചൂണ്ടണായിരുന്നല്ലേ? കൃപയാൽ ഇന്ന് ഒരു വാക്യം നമ്മുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിട്ടില്ല, അതുകൊണ്ട് ഒരു വെപ്രാലോട്ട് ഉണ്ടാകുന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു. പൗലൂസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ ഇനി എനിക്കിവിടെ ഇടമില്ലായകയാൽ? നിങ്ങൾ നാളെ കുവൈറ്റിൽ ഇറങ്ങി എല്ലാ വീടും കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞ് അറബി പിടിച്ച് അകത്തിടണമെന്നല്ല ഞാൻ ഈ പറഞ്ഞ. സ്തോത്രം അല്ലേ? ആവേശം കയറി അങ്ങനെ ചെയ്യാനായിട്ടാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ. പക്ഷെ ദൈവം നമ്മെ ആക്കി വെച്ച ചുറ്റുപാടിൽ എത്രത്തോളം നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയെന്നുള്ളതാണ് എന്റെ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളെ ആക്കി വെച്ച മേഖലകളിൽ നമുക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുമോ, ഞാൻ ഈ ആയിരിക്കുന്ന ഏരിയയിൽ ഞാൻ കയറി സുവിശേഷം പറയാത്ത ഒറ്റ വീടില്ല, വ്യക്തിപരമായി കണ്ട് സുവിശേഷം പറയാത്ത ഒറ്റ വ്യക്തിയുമില്ല, എല്ലാം ഞാൻ കവർ ചെയ്തു, അതുകൊണ്ട് ഞാൻ സ്പാനിലേക്ക് പോണ വഴിക്ക് ഞാൻ നിങ്ങളെ കണ്ടോളാം എന്ന് പൗലൂസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുമെന്നാ ചോദിച്ചേ? സ്തോത്രം. ദൈവമില്ലാത്ത പാർട്ടിക്കാരൻ അരുവാ ചുറ്റിക നക്ഷത്രമായിട്ട് വീട് വിടാത്തരം കയറി ഇറങ്ങുമല്ലോ. അവൻ ഉറപ്പാക്കും ഒരൊറ്റ വീട് പോലും വിട്ടുപോയിട്ടില്ലെന്ന്. വോട്ടില്ലാത്ത ഞങ്ങളുടെ വീട്ടിലും വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവരുറപ്പാക്കുന്നു ഒറ്റ വീടും വിട്ടിട്ടില്ല, ഒരൊറ്റ വ്യക്തിയും വിട്ടിട്ടില്ല എന്ന് അവർ ഉറപ്പാക്കുന്നു. ഞാൻ പൊളിറ്റിക്സ് പറയല്ല. ദൈവം ദേവനും ഇല്ലാത്തവൻ ആ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുകൊണ്ട് കർത്താവെ വിടുവിക്കണേ വഴി തുറക്കണമെന്ന് പറഞ്ഞാലും തമ്പുരാൻ അനങ്ങാത്തന്റെ കാര്യം എന്നറിയാമോ? ഫിലിപ്പിയൻസ് വാക്യോടെ എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നില്ല, ആരും ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നില്ല. അത് തന്നെ കാര്യം. എന്താ ഇങ്ങനെയൊക്കെ കയറി വരുന്നല്ലേ? എന്താണെങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോവോ? നിവേദനം തലതാറിനവിടെ കിടക്കുകയല്ലേ, ഇനിയിപ്പോ സമാധാനമുണ്ട്. സ്തോത്രം. അല്ല, ഇതൊന്ന് ചിന്തിച്ചേ. ഇതിനിടയ്ക്ക് നിങ്ങളെ ശുശ്രൂഷയിലും കൂടെ ഞാനൊന്ന് പ്രോം ചെയ്യണ്ടേ, എൻകറേജ് ചെയ്യണ്ടേ? വേണം. യെസ്, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. നമുക്ക് കുറച്ച് പോയിന്റ് കാണിച്ചു പോകുന്നതിനേക്കാൾ ഇൻഫർമേഷൻ അല്ല, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം. ഞാൻ പറയാൻ കാരണം ഉറപ്പ് വരുത്തണേ. ഉറപ്പ് വരുത്തണം. ഞാൻ കേരളത്തിൽ ഒരൊറ്റ വീടില്ല, ഞാൻ സുവിശേഷം പറയാത്ത ഒറ്റ ആളും ഇല്ലെന്ന്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം. ചെയ്യണം. നാളെ സഭാചാരമായിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു. രക്ഷയുടെ സന്തോഷം മറ്റോട് പറഞ്ഞതിനകത്ത് ആർക്കും എക്സ്ക്യൂസ് ഇല്ല. എല്ലാവരും ഇത് പറഞ്ഞേ പറ്റൂ. എന്നിട്ട് വേണം മുമ്പിൽ പോയി ധൈര്യമായിട്ട് നിൽക്കാൻ. എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. ഈ നമ്മുടെ രീതി എങ്ങനെന്നറിയാം? ഇപ്പൊ പിന്നെ എല്ലാവർക്കും സ്വന്തം വണ്ടികളുകൊണ്ട് കുഴപ്പമില്ല. ഈ മുമ്പൊക്കെ കൂടുതലും ബസ് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോഴും വളരെ വിരളമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബസ് യാത്ര ചെയ്യുന്നല്ലേ. മുമ്പ് നമ്മളൊക്കെ കൂടുതലും ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. ആ സമയത്ത് നമ്മൾ സ്റ്റാൻഡിൽ കയറി ഈ സൈഡ് സീറ്റിൽ ഒക്കെ കണ്ട് നമ്മൾ അവിടെ കയറിയിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും ഇല്ല, കണ്ടക്ടറും ഇല്ല, ഡ്രൈവറും ഇല്ല വണ്ടിയിൽ. നമ്മൾ സ്റ്റാൻഡിൽ തന്നെ പോയി കയറിയിരിക്കുക. കയറിയിരിക്കുമ്പോൾ മുതൽ നമുക്ക് ആ പടസ്ഥത വണ്ടി വിടുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇന്ന് കഴിയുമ്പോൾ കണ്ടക്ടർ വന്ന് എല്ലാവർക്കും ടിക്കറ്റ് തരും. ടിക്കറ്റ് തന്നിച്ച് പോകുക. കാരണം നമ്മൾ ഇറങ്ങി പോയിരിക്കാൻ കണ്ടക്ടർ എന്നൊരു പണിയാണ്. ടിക്കറ്റ് മേടിച്ച് പുള്ളി പിന്നെ ഇറങ്ങിപ്പോകും അല്ലേ? അന്നേരം എല്ലാം നമ്മുടെ മനസ്സിൽ ഇത് എന്നെ ഇടപാടാ, വണ്ടി അങ്ങോട്ട് വിടുന്നില്ലല്ലോ. നിങ്ങൾ ആ കണ്ടക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ടിക്കറ്റ് എത്തിച്ച് പുള്ളി പിന്നെയും താഴെ പോന്നുകൊണ്ട് വിളിക്കുക, സ്ഥലത്തിന്റെ പേര് പറഞ്ഞ്, തൃശ്ശൂര്, പാലക്കാട്, പണ്ടമേട്, കുമളി, തിരുവല്ല, കാവാലം എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ടക്ടർ ആരെങ്കിലും വഴി സൈഡിൽ നിൽപ്പുണ്ടല്ലോ അവനും കൂടെ വന്ന് കയറിക്കോട്ടെന്ന് ഓർത്തായി ഈ കണ്ടക്ടർ ഉണ്ട് അലയ്ക്കുന്നത്. നമുക്കത് വിഷയമല്ല. അവിടെ കൊണ്ട് ഇവിടെ ഒരു വണ്ടി എടുക്കാനുള്ളതിന് അല്ലേ? ഈ കേറിയവൻ എങ്ങനെയെങ്കിലും വണ്ടി വിട്ടാൽ മതി എന്നുള്ള ചിന്തയേ ഉള്ളൂ. കണ്ടക്ടർക്കും ഡ്രൈവർക്കും അങ്ങനല്ല. ആരേലും കൂടെ ഉണ്ടെങ്കിൽ
നിങ്ങൾ കണ്ടോ, വണ്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴും ആരെങ്കിലും കണ്ട അന്നേരം വണ്ടി നിർത്തി, ഞാൻ വിട്ടങ്ങ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പോവാന്ന് വെച്ചാൽ പോകത്തുമില്ല. ആരാണ്ടെ കണ്ടപ്പോൾ അന്നേരം ചവിട്ടി. നമുക്ക് അങ്ങ് ഇതെല്ലാം അസ്വസ്ഥതയാ. നമുക്ക് എപ്പോഴും പോകണം, നമുക്ക് പെട്ടെന്ന് പോകണം. അങ്ങനെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞ. ഈ രക്ഷയുടെ വണ്ടി കുറച്ചു നേരം കൊണ്ട് ചവിട്ടി പിടിച്ചേക്കുക. ആരെങ്കിലും വഴിത്തിരക്കിൽ വന്ന് കയറാനുണ്ടെങ്കിൽ കയറിക്കോട്ടെന്ന് ഓർത്ത് കയറിയിരിക്കാൻ നമുക്കങ്ങ് പോയാൽ മതി. പക്ഷെ അതല്ല. മുതലും മുടക്കിയവൻ ആരെങ്കിലും വഴിത്തലക്കൽ നിന്ന് ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ വന്ന് കയറട്ടെ. മനസ്സിലായോ? അതിനായി ഉറക്കെ വിളിക്കുന്നത്. വാതിൽക്കൽ നിന്നോ പ്രിയൻ മുട്ടി വിളിച്ചിടുന്നു, എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ ഇപ്പോൾ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോന്ന് എനിക്കറിയാം, എന്നാലും സന്ദർഭോചിതമായിട്ട് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടാക്കണം. ഞാൻ കയറിപ്പോകാത്ത സ്ഥലമില്ല, ഞാൻ സുവിശേഷം പറയാത്ത ആളുകൾ ഇവിടെ ഇല്ല. നമ്മൾ ഞായറാഴ്ചയൊക്കെ വരുന്ന കണ്ടാലോ, വഴി കണ്ട ഒരു മണി ചിരിച്ചു പോലും കാണിക്കരുത്. എന്നാ ഗൗരവത്തില് ഫോണിനകത്ത് വന്നാൽ ഗൗരവം, അപ്പൊ പിന്നെ വെളിയിലെ കാര്യം പറയണം അല്ലേ? വഴി കാണുന്നവരും ചിരിക്കുകയോ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ശ്രോത്രം അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ പോക്കും വരത്തില്ല. നമ്മളങ്ങനെ ചുമ്മാ പല്ലി കാണിച്ചു നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. ആ രീതിയിൽ ചിന്തിക്കരുത്. അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഒരു ഇന്ററാക്ഷൻ ഒക്കെ നടത്തി ദൈവസ്നേഹമൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം, ഈ ദേശം സംബന്ധിച്ച് എന്റെ മേൽ ഒരു കടം വരികയല്ല. പറ്റുമോ? നിങ്ങളെല്ലാം വേറെ ആണ്ട് കടം തീർക്കാണ്ട് കയറി വന്ന് ഈ ആരായിരുന്നാലും ഇന്ന് രാത്രി കടങ്ങളൊക്കെ എഴുത്തുന്ന രാത്രിയാന്ന് പറഞ്ഞപ്പം നമ്മൾ കയറി ചെന്ന് ഗ്ലോറി പറഞ്ഞിരുന്നു. ആ കടത്തിന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞ കടം തീർക്കണം. സംശയം ഉണ്ടെങ്കിൽ പൗലോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞ സുവിശേഷം ഞാൻ കടക്കാരനാന്നല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല. സുവിശേഷ നിമിത്തം കടക്കാരാന്ന് പറഞ്ഞവൻ കടം തീർത്തിട്ട് പറയാ ഇനി എനിക്കിവിടെ കടമില്ലെന്ന. ആ കടം തീർത്തോന്ന എന്റെ ചോദ്യം. ഞാൻ വെറുതെ ഒരു ശൈലി ഉപയോഗിച്ചതല്ല. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയാ സുവിശേഷ നിമിത്തം ഞാൻ കടക്കാരനാണ്. പക്ഷെ 15-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ എല്ലാവരും വിഷയം നിന്ന് 15-ാം അധ്യായത്തിൽ പൗലോസ് തീർത്തു പറഞ്ഞു, ഇവിടുത്തെ കടം ഞാൻ വീട്ടി. ഇവിടെ ഇനി ഞാൻ സുവിശേഷം പറയാൻ ആരുമില്ല, എല്ലാവരോടും പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി. എന്ന് പറഞ്ഞാൽ വീടാന്തരം കയറി ഇറങ്ങി സ്ത്രീകളെ വലിച്ചിഴച്ചും കൊണ്ട് ഉപദ്രവിച്ച പൗലോസ് അതേ വീടാന്തരം കയറി നസ്രായനെ പറഞ്ഞു. എനിക്ക് ആ ഭാഗമൊക്കെ റോമാലേഖനം ആയിരുന്നെങ്കിൽ ഞാൻ കുറെ വിചാരിച്ചേനെ. എന്നാ ത്രില്ലിംഗ് ആന്ന് പറയും റോമാലേഖനം പഠിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ വായിച്ചു നോക്കണം. പൗലോസ് വീടാന്തരം കയറി സ്ത്രീകളെ വലിച്ചരച്ചും കൊണ്ടാ തെരുവിലൂടെ വലിച്ചത്. ഏതെല്ലാം വീട്ടിൽ കയറി അക്രമം കാണിച്ചോ ആ വീട്ടിലെല്ലാം പൗലോസ് കയറി. യേശു ക്രിസ്തു ലോകരക്ഷിതാവ് ക്രിസ്തു എന്ന് തെളിയിച്ചു. നമ്മളേതായാലും ആരും വലിച്ചഴിക്കാനൊന്നും പോയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്ന, വീട്ടിൽ കയറി സ്ത്രീകളെ വലിച്ചഴച്ചവന് പിന്നെ സുവിശേഷം പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറാൻ പറ്റുമോ? എന്നിട്ടും പൗലോസ് ചെന്നല്ലോ. അങ്ങനെയാണ് അതൊന്നും ചെയ്യാത്ത നമുക്ക് പിന്നെ എന്താ കുഴപ്പം? എന്റെ ചോദ്യം, സുവിശേഷത്തിന്റെ കടം തീർക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണ്? ഏതായാലും ഇതങ്ങ് പോട്ടെ. ഇന്ന് ഒരുപക്ഷെ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. മറ്റ് കടങ്ങളൊക്കെ കുറേശ്ശെ കൊടുത്ത് നിങ്ങൾ ഒതുക്കുന്നില്ലേ? ബാങ്കിലെ കടവും ബ്ലഡുകാരന് മേടിച്ച കടവും അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന വ്യക്തിയോട് വാങ്ങിച്ച കടവും എല്ലാം ഒറ്റയടിക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. കുറേശ്ശെ അടച്ച് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. അതിന് ഒരു കാരണവശാൽ നിങ്ങൾ മുടക്കം വരുത്തരുത്. പക്ഷെ ഈ കട എപ്പോ എങ്ങനെ തീർക്കും? ഇങ്ങനൊരു കട ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കടം ഇനി ഇല്ല. പറ. കൂടെ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി ഇന്ന് വരെ നമ്മുടെ അനുഭവ സാക്ഷി രക്ഷയുടെ സന്തോഷം പറഞ്ഞിട്ടുണ്ടോ? ആത്മാക്കളെ തരണം. ചിലരൊക്കെ പട്ടണത്തിന്റെ പേര് പറഞ്ഞ ഈ പട്ടണം മുഴുവൻ തരണമെന്ന്. എടാ പട്ടണം വിട്, നീ അയൽപക്കത്തുള്ളവരെ ആദ്യം നേടും, പിന്നല്ല പട്ടണം. ആന്ധ്രയ്ക്ക് കൂടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ആന്ധ്രയിലോട്ടൊന്നും പോകണ്ട, അവിടെ നിൽക്കട്ടെ. അതൊക്കെ പിന്നെ
ദൈവം തമ്പുരാൻ അയക്കുകയാണെങ്കിൽ പൊയ്ക്കോ, ഞാൻ അതിനൊന്നും എതിരല്ല പറഞ്ഞത്. പക്ഷെ ഈ ഒരു കടം അല്പം സീരിയസ് ഇഷ്യൂ തന്നെയാണ്. എന്നെ അലട്ടുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു കേട്ടോ. ഈ വാക്യമൊക്കെ വായിക്കുമ്പോഴേ കുഴഞ്ഞു വന്നു. പൗലോസ് എന്തിന് ഈ വാക്യം എഴുതി വെച്ചത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ സ്വസ്ഥത കളയാൻ. പൗലോസ് പറയും, ഞാൻ സ്പാനിലേക്ക് വരുമ്പം പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം ഇനി എനിക്കിവിടെ ഇടമില്ല. അതെന്നാ കോൺഫിഡന്റ് ആ പ്രിയരെ. കോൺഫിഡൻസ് ആലോചിച്ച് നോക്കി. ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾ സ്വയം, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ ഉത്തരം പറ. ആ വാക്യത്തിന്റെ ഒരു 4 അംശം എടുത്ത് തൻ്റെ അടുത്തോടെ പറയാനുള്ള ഗട്ട്സ് എന്നെ കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു. നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ അതുകൊണ്ട് സുവിശേഷം പറയാത്തവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് മീനിങ് പോകരുത് പ്ലീസ്. ഞാൻ ആ അർത്ഥത്തിലല്ല. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് സുവിശേഷനോട് ഉത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. പക്ഷെ ഈ ചോദ്യം, ഈ വാക്യം റോമർ 15:22 എവിടെങ്കിലും എഴുതി വെക്കണം. ഈ വാക്യം തമ്മിൽ ഒരു നെയിം ബോർഡിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിന്നെ വാലില്ല തലയാക്കും, അത് എവിടെ വേണമെങ്കിലും എഴുതി വെക്കും. അകത്ത് വരുമ്പോൾ നീ അനുകരിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുകരിക്കപ്പെടും. അത് ചെന്നോട്ട് തന്നെ എഴുതി വെച്ചേക്കുക. എഴുതി വെച്ചോ. ഞാൻ അന്ന് എതിര് പറഞ്ഞല്ല, അങ്ങനെ തന്നെ വേണം. ആരും വാലായിട്ടിരിക്കുക, തലയാട്ട് തന്നെ വരണം. അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, അങ്ങനെ തന്നെ വേണം. അത് ദൈവത്തിന്റെ വചനമാണ്. ഐ ആം നോട്ട് അഗൈൻസ്റ്റ് ദാറ്റ്. ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞതല്ല. പക്ഷേ ഇങ്ങനെ വാക്യം കൂടെ ഉണ്ടെന്ന് അറിയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വെറുതെ നിങ്ങളെ സമയം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞല്ലേ പ്രിയരെ. ചില ദിവസങ്ങൾ എന്നെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു വാക്യമാണിത്. റോമലേഖനം പഠിച്ചു വന്നപ്പോ ഈ വാക്യം വല്ലാതെ എൻ്റെ അകത്ത്, ഈ മീന്റെ വായ്ക്കകത്ത് ചൂണ്ട കോർക്കുന്ന പോലെ കോർത്തൊരു വാക്യമാണിത്. ഞാൻ റിയലി ദിവസങ്ങളോളം അസ്വസ്ഥത ഉണ്ടാക്കി എനിക്ക് ആ വാക്യം. നമ്മളിവിടെ ഏണ്ടെല്ലാം നേടി 10 പേരെ സ്നാനപ്പെടുത്തി കുറച്ച് കല്യാണമൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ് ഏണ്ട് വലിയ ഗമേൽ നിൽക്കുമ്പോഴാണ് ഈ വാക്യം കയറി അകത്ത് കോർത്തത്. ഇവിടെ എനിക്കിനി ഇടമില്ലായകയാൽ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സ്പാനിയയിലേക്ക് പോണ വഴിക്ക് നിങ്ങളെ കാണാമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ ലക്ഷ്യം സ്പാനിയാണ്. അങ്ങോട്ട് പോണ വഴിക്ക് നിങ്ങളെന്ന് കയറി കണ്ടിട്ട് പോകാം, അതാണ് എൻ്റെ ആഗ്രഹം. അതിൽ ഇനി എനിക്കിവിടെ ഇടമില്ല എന്നുള്ളതാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് വേറെ സബ്ജക്റ്റ് ആണെങ്കിലും ഇതൊന്ന് കടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. നിങ്ങൾ ഉറപ്പ് വരുത്തണം, ഞാൻ പാർക്കുന്ന ചുറ്റുപാടിൽ ഞാൻ കയറാത്തൊരൊറ്റ വീടില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ സുവിശേഷം പറയാത്ത ഒറ്റ വ്യക്തിയില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അനുഭവിച്ച സന്തോഷം പങ്കുവെക്കാത്ത, അതറിയാത്ത ഒറ്റ വ്യക്തി പോലുമില്ല. ഈ സ്ഥലം പോയിപ്പോ എല്ലാവരും മൊബൈലിനകത്തോണ്ട് ഞാൻ അങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ഇല്ലേ? നിങ്ങളുടെ ബാച്ചിന്റെ ഗ്രൂപ്പും ഒക്കെ ഇല്ലേ? ഉണ്ടാവും. പറയണ്ട ഈ സന്തോഷം. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബസ്സിൽ കയറി ഇരിക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. എങ്ങനെയും പോകണം നോത്തിരിക്കുകയാണോ? പോകണം, പക്ഷെ അവരെ കൂടെ കൊണ്ടുപോകണ്ടേ? പാട്ടുകാരൻ പറഞ്ഞു, വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒറ്റ ദേഹി പോലുമില്ലാതെ എങ്ങനെ വണങ്ങും ഞാൻ. ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യവും നമുക്കൊരു ഉറപ്പും വേണ്ടേ? സമയത്തിന് മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ തന്നെ അങ്ങ് നിന്നത്. ഞാൻ ദൈവം ആരാണെന്നുള്ളത് പറയാൻ ഇതിനോട് ചേർത്ത്, ഈ പുരാതനമായ ദൈവത്തോട് ചേർത്ത് ദൈവം ആരാണെന്ന് ദൈവം പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞു നിർത്തണമെന്നാ ചിന്തിച്ച്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഫോണിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അല്പം വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേവലം ഒരു സാധാ വിശ്വാസികളുടെ റോളിൽ മാത്രം ഇരിക്കാതെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ, ലഭ്യമാകുന്ന സോഴ്സിനുള്ളിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. മറ്റു കടം തീർക്കുന്നത് പോലെ തന്നെ സുവിശേഷത്തിന്റെ കടവും ഞാൻ തീർക്കുന്നുണ്ട്. ഒറ്റയടിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. കുറേശ്ശെയായിട്ട് ഞാൻ ആ കടം വീട്ടുന്നുണ്ടെന്ന് പറയാൻ കഴിയണം. പറ്റുമോ? 31-ാം തീയതി എടുക്കുന്ന തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അന്ന് തീരുമാനം എടുക്കുന്നുള്ളത് എനിക്ക് അറിയാമല്ലോ. അതൊരു 1-1.5 തീരുമാനമായിരിക്കും. കാരണം
23 24 കയറിയപ്പോ കുറെ തീരുമാനം എടുത്തു, ഒന്നും നടന്നില്ല. അപ്പൊ 24 തീരുമ്പോ അത് തന്നെ പറയാൻ വേണ്ടി വെച്ചേക്കുക നമ്മള്. പിന്നെ ആയിക്കോട്ടെ, പിന്നെ അത് നിങ്ങളുടെ തീരുമാനത്തിനെ വിട്ടേക്കുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിന്റെ തീരുമാനം കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. പറ്റുമോ? പറ്റുമോന്നല്ല, പറ്റണം. കടം അവനും വിട്ടാതെ വേറെ വല്ലവരെ കൊണ്ടും പറ്റുമോ? ഇല്ല. ഞാൻ അതിനാ പറഞ്ഞത്, ഒറ്റയടിക്ക് വേണ്ട, കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് തീർക്കാമല്ലോ. തീർക്കാം. ദയവായി കുഴിച്ചിടരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഭാഷ ഏറെക്കുറെ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ദയവായി നിങ്ങളിൽ ദൈവം പകർന്നതൊക്കെ. ഞാൻ എപ്പോഴും ഏതൊരു മീറ്റിങ്ങിലും പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കിടെ എല്ലായിടയിലുള്ള ഒരു പുതിയൊരു ട്രെൻഡ്, ഈ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചോട് പറഞ്ഞു, ഈ റെന്റേ കാർ സിസ്റ്റം അല്ലേ? എവിടെയെങ്കിലും പോകണമെങ്കിൽ റെന്റിന് ഒരു വണ്ടി എടുക്കുക അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല, അപ്പൊ റെന്റിന് വണ്ടി എടുക്കുന്നു, പോകുന്നു, തിരിച്ചു വന്നിട്ട് അതിന്റെ പൈസ അടയ്ക്കുന്നു, തീർക്കുന്നു. അതുപോലെയാണ് ഇപ്പൊ ഉപവാസ പ്രാർത്ഥന വെച്ച ഉടനെ നമ്മൾ റെന്റിന് വണ്ടി എടുക്കുക. ആരെ വിളിക്കണം? അതിൻ്റെ അടുത്തൊന്ന് ഇന്ന ആള് വരികയാണെങ്കിൽ കൃത്യമായിരിക്കും. കുമളിന്ന് പാപ്പച്ചൻ പാസ്റ്റർ ആണെങ്കിൽ കൃത്യമായിട്ട് കാര്യം പറയും. കണ്ടോ? പറഞ്ഞ 3 ദിവസം എന്റെ പുള്ളിയെ റെന്റിന് എടുത്തു അല്ലേ? പുള്ളിവക്കാരും വന്നു. എന്നെ കോയമ്പത്തൂരിൽ നിന്ന് വേറെ ദേവദാസനെ 2 ദിവസം എന്റെ പുള്ളിയും റെന്റിന് എടുത്തു. അവിടുന്ന് പിന്നെ ആലപ്പുഴയിൽ നിന്ന് വേറൊരാളെ 2 ദിവസത്തേക്ക് റെന്റിന് എടുത്തു. അപ്പൊ ഒരാഴ്ച തികഞ്ഞു. ഒരാഴ്ചത്തേക്കിന് റെന്റിന് ആളായി. പുള്ളി വരുന്നു, കാര്യം നടത്തുന്നു, പുള്ളി റെന്റ് കൊടുക്കുന്നു, വിടുന്നു. നിങ്ങൾ വിചാരിക്കും ശുശ്രൂഷയ്ക്ക് ദേവദാസന്മാരെ വിളിക്കുന്നത് ഞാൻ ആക്ഷേപിച്ചു പറയുകയാണെന്നല്ല. ഞാൻ ആ ഒരു ടെർമിനോളജി ഉപയോഗിച്ച് നിങ്ങളെ അതിന്റെ സംഗതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ദേവദാസന്മാർ റെന്റിനുള്ള ആൾക്കാരാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച് നാളെ പറയുകയും ചെയ്യരുത്. എന്റെ ചോദ്യം അതല്ല. കുമളിയിൽ നിന്ന് വന്ന പാപ്പച്ചൻ പാസ്റ്റർ കൃത്യമായിട്ട് പറയും, 100% ഞാൻ സമ്മതിക്കുന്നു, 200% സമ്മതിക്കുന്നു. 5000 കൊടുക്കാൻ പാപ്പച്ചൻ പാസ്റ്റർക്ക് 10000 കൊടുത്ത് വിടുകയും ചെയ്യണം. എന്റെ ചോദ്യം അതല്ല. നിങ്ങളുടെ റോൾ എന്താ? നിങ്ങൾക്ക് എന്താ പണി? ക്ലാസ്സിന് വരുന്നില്ലെന്നോ? ഉവ്വ. എന്റെ ചോദ്യം, നിങ്ങളുടെ റോൾ എന്താ? കുമളിയിലെ പാപ്പച്ചൻ പാസ്റ്റർ വന്നോട്ടെ, സമ്മതിച്ചു. നിങ്ങളുടെ റോൾ എന്താ? നിങ്ങൾക്ക് തമ്പുരാൻ ഈ കൃപ തന്നിട്ടില്ലേ? നിങ്ങളിൽ ഇത് പകർന്നിട്ടില്ലേ? എപ്പോഴത് സ്റ്റിറപ്പ് ചെയ്യുന്നത്? എപ്പോഴത് ജ്വലിപ്പിക്കുന്നത്? ഇവിടെ പാലക്കാട് പുതിയ ലുലു മാൾ ഓപ്പൺ ചെയ്തു. ഞാൻ സാധാരണ മെസ്സേജിനകത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കൊണ്ടല്ലോ ഞാനൊന്നും നിങ്ങൾ പറയാ. മനോഹരമായ ലുലു മാൾ. ഞാൻ ഇടയ്ക്കൊന്ന് കയറി, സൂപ്പർ, സമ്മതിച്ചു. അതിന് ആ മനോഹാരിത വരാൻ കാരണം അറിയുമ്പോ കെട്ടിടത്തിന്റെ ഭംഗി കൊണ്ടല്ല, അതിനകത്ത് ധാരാളം ഷെൽഫ് ഉണ്ട്, അത് നിറച്ച ഐറ്റംസ് ഇരിക്കുക. അതുകൊണ്ടാണ് അത് ലുലു മാളായിട്ട് മാറിയത്. വെളി നല്ല പെയിന്റ് ഒക്കെ അടിച്ച് ഭയങ്കര ബിൽഡിങ്, അകത്ത് കഴിയുമ്പോ ഷെൽഫ് എല്ലാം കാലിയ. ലുലു അല്ല, അല്ലുവ എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതുപോലെ നമുക്ക് ഭയങ്കര കെട്ടിടവും പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ ഷെൽഫ് എല്ലാം കാലിയ. കുറെ ഷെൽഫ് ഉണ്ട്, അതിനകത്തൊന്നും ഇല്ല. ഷെൽഫിന്റെ പരിപാടി വരികയിരിക്കുക, സ്വത്രാഴ്ച ഇടുക, സാക്ഷ്യം പറഞ്ഞെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പോവുക. ഇത്രയേ ഉള്ളൂ ഷെൽഫിനെ കൊണ്ട് ഗുണം. ഈ ഷെൽഫിനകത്ത് ഐറ്റം ഇല്ലെന്നാ ഞാൻ ഇപ്പോഴാ ഷെൽഫ് ഏതാണ് പിടികിട്ടി വന്നല്ലേ. AC അല്ലേ ചർച്ച്, സൂപ്പർ. ഷെൽഫ് കൊണ്ട് ഒരു പറയുന്നില്ല, ഷെൽഫിൽ ഐറ്റം ഇല്ല. ഞാനൊരു കാര്യം പറയാം, സ്വന്തമായ ബിൽഡിങ്ങോ സ്വന്തമായ പാഴ്സനേജോ സ്വന്തമായ പാസ്റ്ററോ സ്വന്തമായ സെമിത്തേരിയോ ഉണ്ടാകുന്നതുകൊണ്ട് ചർച്ച് ചർച്ചാകുന്നില്ല. ചർച്ച് ചർച്ചാകണമെന്നുണ്ടെങ്കിൽ ചർച്ചിന് പരിശുദ്ധാത്മാവെന്ന കൃപാവചനങ്ങളെല്ലാം സ്റ്റോക്കായിട്ട് ഷെൽഫിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ ചർച്ച് ചർച്ചാകൂ. അത് റെന്റിന് എടുക്കാതെ ദൈവസഭയ്ക്കകത്തത് ഉണ്ടാകണമെന്നാ ഞാൻ ഈ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായോ? അല്ല, ഒരു യോഗം തീരുമാനിച്ചോ നമുക്ക് ആരെല്ലാം വിളിക്കണം, ഞാനൊരു നമ്പർ തരാം, പുള്ളിയെ വിളിച്ചോ, ഈ നമ്പർ തരാം, അതേ വിളിച്ചോ? നോ, വിളിക്കണം. ദൈവദാസന്മാരെ വിളിക്കണം. പല ദൈവദാസന്മാരുടെ ശുശ്രൂഷ വിശ്വാസികൾ നിർബന്ധമായി അനുഭവിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കണം. ഞാൻ ഒരു കാരണവശാലും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും നമുക്ക് റോളുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് ജ്വലിപ്പിക്കാൻ ഇരിക്കുക.
ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ദൈവം എനിക്ക് ഒരു കൃപയും തന്നിട്ടില്ല. അത് പറയാൻ തന്റെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കൃപയും തരാതെ ദൈവം എന്നെ ആക്കി വെച്ചേക്കുന്നത് എന്ന് പറയാൻ തന്റെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇല്ലല്ലോ. ഒരു empty വെസലായിട്ട് ദൈവം ആരെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. 100-200% ഗ്യാരണ്ടി. അങ്ങനെയാണ് എല്ലാവരിലും ഓരോ കൃപ കിടപ്പുണ്ട്. അത് ജ്വലിപ്പിക്കണമെന്നാ ഞാൻ ഈ പറഞ്ഞേ. ക്ലാസ്സിൽ ആൾക്കാരുടെ എണ്ണം കുറയുമായിരിക്കും അല്ലേ? വരാതിരുന്നാൽ ഞാൻ വീട്ടിൽ വരും വണ്ടി എടുത്തോണ്ട്. സ്തോത്രം. കണ്ടോ? ന്യൂസിലാൻഡിക്ക് അറിയാം ഞാൻ ചെല്ലുമെന്ന്, അതുകൊണ്ടാ പേടിച്ചേ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? നമ്മൾ മറ്റു പലതിനെ പുറകെ പോകുമ്പോൾ വളരെ എസെൻഷ്യൽ ആയ പലതും നമ്മൾ വിട്ടുകളയുന്നു. നോ, ഞാൻ ഷാജുപാസ് പറഞ്ഞ നാളെ നിങ്ങൾ സഭായം കയറി നടത്തുകയും ചെയ്തേക്കരുത് പാസ് അവിടെ ഇരിക്കുമ്പോൾ. അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കൃപാവരം ജ്വലിപ്പിക്കാൻ പോ പാസന്മാരെന്ന് ഞാൻ ശുശ്രൂഷിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. നിങ്ങൾ ഓരോരുത്തരും ദൈവം ഓരോ കൃപ പകർന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ വിവേചിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വിവിധ ഭാഷകളായിരിക്കാം, അതുമല്ലെങ്കിൽ വിവിധ ഭാഷകളുടെ വ്യാഖ്യാനമായിരിക്കാം, അതുമല്ലെങ്കിൽ രോഗികളുടെ മേൽ അധികാരം രോഗശാന്തിപരമായിരിക്കാം, അതുമല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേൽ അധികാരമായിരിക്കാം, അതുമല്ലെങ്കിൽ വീര്യപ്രവൃത്തികളായിരിക്കാം, അതുമല്ലെങ്കിൽ സഹായം ചെയ്യാനുള്ള വരമായിരിക്കാം. നമുക്ക് പിന്നെ അങ്ങനെ വരം ഉണ്ടെന്നേ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. ഏത് നിലയിലാണോ ദൈവം നമ്മെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്, അത് വി ഹാവ് ടു സ്റ്റിർ അപ്പ് ഇറ്റ്. നമ്മൾ അത് ജ്വലിപ്പിച്ചേ മതിയാകും. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 2 ചിന്തകൾ ദയവായി ദിവ്യാദാന്റെ തലയിൽ അവിടെ കടന്നോട്ടെ, അതിനെ ചിന്തിച്ച് നിങ്ങൾ പോകണ്ട. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ വിട്ടുകളയരുത്. എനിക്കിനി ഇവിടെ ഇടമില്ലായകയാ. നമ്പർ 1. നമ്പർ 2, എന്നിൽ ദൈവം പകർന്ന് ജ്വലിപ്പിക്കുന്ന ഞാൻ എത്രത്തോളം ബദ്ധശ്രദ്ധാലുവായി. അതല്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടല്ലേ പൗലോസ് തിമോഥെയോസിനോട് പറയുക, മകനെ തിമോഥെയോസ്, എന്റെ കൈവെപ്പിനാൽ നിന്നിൽ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച ഈ കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കാതെ നീ അതിനെ ജ്വലിപ്പിക്കണം. യു ഹാവ് ടു സ്റ്റിർ അപ്പ് ഇറ്റ്. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് 31 നിങ്ങൾ തീരുമാനം പോകും. ഞാൻ ഇപ്പോഴേ നവംബർ മാസത്തിലേ പറയുക, ഡിസംബർ 31 എടുക്കുന്ന തീരുമാനം അത് അറിഞ്ഞേ ചെയ്യാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ് മാത്രം പറഞ്ഞ് നല്ലൊരു തീരുമാനമെടുത്ത് കർത്താവിന്റെ പ്രണയപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി, ഞാൻ പറഞ്ഞതുപോലെ കുറെ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടല്ല, ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഉണ്ടാകേണ്ടത്. അത് ദൈവം നൽകുവാൻ കൃപ ചെയ്യട്ടെന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ ദൈവം ആരാണ്, ഈ പുരാതന ദൈവത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.